എപ്പോഴും എൻ്റെ അടുത്ത് ഡിസൈനിങ്സിന് വരുന്ന സമയത്ത് ഏറ്റവും നമുക്ക് ടെൻഷൻ ആകുന്നതും കൺസേൺഡ് ആയിട്ടും എപ്പോഴും എന്നെ അപ്രോച്ച് ചെയ്യുന്നത് കുട്ടികളുടെ കാര്യത്തിന് വേണ്ടി തന്നെയാണ്. അത് ഏത് ഏജ് ഗ്രൂപ്പാന്ന് പറഞ്ഞാൽ ആ ഗ്രോയിങ് അപ്പ് ഏജ്, പ്രത്യേകിച്ച് കിഡ്സിൻ്റെ ഗ്രോയിങ് അപ്പ് ഏജ് എന്ന് പറയും നമ്മളൊരു 10, 13 to 16 years ഓഫ് ഏജ്. അതെന്ന് പറഞ്ഞാൽ അവർ തീരെ കുഞ്ഞു കുട്ടികളുമല്ല, എന്നാൽ അവർ വലുതായോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുട്ടികളുമല്ല. ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ്. ടീൻസ് എന്ന് നമുക്ക് അവരെ അങ്ങ് കാറ്റഗറൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. പക്ഷെ ആ ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് ആക്ച്വലി നമുക്ക് ഡ്രസ്സസ് അന്വേഷിച്ച് പോയാൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് പേഴ്സണലി അത് നന്നായിട്ട് അറിയാം. കാരണം എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള മക്കളും ഉണ്ട്. ഒരാൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞത്, ഒരാൾ ഇൻടു 16, മറ്റാൾ 11. അപ്പോൾ 3 ഗേൾസ് ഉള്ളത് കാരണം, ഓഫ് കോഴ്സ് ഒരു മോനും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആളും കൂടെ ഉള്ളത് കാരണം ആ ഡ്രസ്സസിൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ ഡ്രസ്സസ് എടുക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് കറക്റ്റ് അറിയാം. കാരണം ഇപ്പം ഇളയാൾ, ഏറ്റവും ചെറിയ മോള്, ഷീ ഈസ് 11 years old. അപ്പം നമ്മൾ ഡ്രസ്സസ് എടുക്കാൻ പോകുമ്പം കിഡ്സിൻ്റെ സെക്ഷൻസിൽ നോക്കിയാൽ കിഡ്സിൻ്റെ സെക്ഷനിലുള്ള ഡ്രസ്സസ് അവൾക്ക് സ്മോൾ ആയിരിക്കും. എന്നാൽ നമ്മൾ ടീൻസിൻ്റെ ഡ്രസ്സസിലേക്ക് പോയാൽ അത് വലുതായിരിക്കും. അപ്പോൾ അതൊരു സ്പെഷ്യൽ ഏജ് ഗ്രൂപ്പാണ് നമുക്ക് മക്കൾക്ക് ഡ്രസ്സസ് ഉണ്ടാക്കാനുള്ളത്. അതേ കൺസേൺ ആണ് എപ്പോഴും ഒരു അമ്മ അല്ലെങ്കിൽ മദർ വന്നിട്ട് മക്കൾക്ക് ഡ്രസ്സ് തയ്ക്കാൻ പറ്റും. ഒന്ന്, അവരെപ്പോഴും കിഡ്സ് ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കംഫർട്ട് ലെവൽ. ഇവിടെ വരുമ്പോൾ ആദ്യം ചോദിക്കുന്ന അനുവേണ്ടി ഡ്രസ്സ് വേണം, പക്ഷെ ഡ്രസ്സ് കുത്തുമോ? ഞാൻ പറയും മോളെ സുന്ദരി ആവണമെങ്കിൽ ഇച്ചിരി ഡ്രസ്സ് കുത്തും, കുറച്ചൊക്കെ സഹിച്ചാൽ മാത്രമേ നമുക്കത് പറ്റുള്ളൂ എന്ന് ഞാൻ എപ്പോഴും അവരോട് പറയും. കാരണം എപ്പോഴും പാർട്ടി വെയർസ് പറയുമ്പം ഒന്നെങ്കിൽ നമുക്ക് അതിൽ ലേസസിൻ്റെ അറ്റാച്ചിങ്ങോ ബീഡ്സോ കട്ട് ബീഡ്സോ അങ്ങനെ പല സാധനങ്ങളും കാണും. അപ്പോൾ അതിൻ്റെ ചിലപ്പോൾ നമുക്ക് സീമിൻ്റെ അകത്ത് അല്ലെങ്കിൽ സ്റ്റിച്ചസിൻ്റെ അകത്ത് അത് ഹൈഡ് ചെയ്യാൻ ചില സമയത്ത് ബുദ്ധിമുട്ട് വരും. അപ്പോൾ പിള്ളേർ വരുമ്പോൾ ഈ ഏജ് ഗ്രൂപ്പിലുള്ളവർ പ്രത്യേകിച്ച്, ചെറിയ ഏജ് ഗ്രൂപ്പാണെങ്കിൽ നമുക്ക് പേടിപ്പിച്ചിട്ടാണെങ്കിൽ ഇത് ഇട്ടേ പറ്റൂ എന്നുള്ളത് അവരോട് പറയാം. കുറച്ചും കൂടെ ഏജ് 18 up yearsലുള്ള കുട്ടികളാണെങ്കിൽ അവർക്കറിയാം ദേ ഷുഡ് ക്യാരി ദെംസെൽഫ് ബ്യൂട്ടിഫുള്ളി എന്നുള്ളത്. കാരണം ആരുടെയാണെങ്കിലും ഒരു ആഗ്രഹമാണ് ഞാനൊരു ഡ്രസ്സ് ഇട്ടാൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കണം, ആ ഫംഗ്ഷനിൽ ഞാൻ നല്ല മിടുക്കിയായിട്ടിരിക്കണം എന്ന്. ആ ഏജ് ഗ്രൂപ്പ് ഒരു 18+ വരുമ്പോൾ എപ്പോഴും ചിന്തിക്കാൻ തുടങ്ങുന്ന പ്രായമാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഇതൊരു കൺസേണേ ആയിരിക്കില്ല. പക്ഷേ ഈ ഞാൻ പറഞ്ഞ ഏജ് ഗ്രൂപ്പ്, അതായത് ഒരു 9 years to 15 to 16 years എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഏജാണ്. വൺ തിങ് ദേ ലുക്ക് ഫോർ ഇസ് ദി കംഫർട്ട് ലെവൽ. അവർക്ക് ഒട്ടും ഒരു ഇച്ചിങ് ഉണ്ടാവാൻ പാടില്ല, സോഫ്റ്റ് ആയിരിക്കണം മെറ്റീരിയൽ, കൂളായിട്ട് പിള്ളേർക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന സംഭവങ്ങളായിരിക്കണം. 2, അമ്മമാരുടെ കൺസേൺ വരുന്നത് ഡെവലപ്പിംഗ് ഏജാണ്. ഇപ്പോൾ ബോഡി സ്ട്രക്ചേഴ്സിൽ വരുന്ന ഡിഫറൻസ്, അത് വലിയ പ്രശ്നമില്ലാതെ എന്നാൽ ചൈൽഡിഷ് ആയിട്ടുള്ള ലുക്ക് അവർക്ക് വരണം. ഇതാണ് അമ്മമാരുടെ കൺസേൺ വരുന്നത്. ശരിക്കും ഒരു ടഫ് ഫാക്ടറാണ്. നമ്മൾ വലിയവർക്ക് ഡിസൈൻ ചെയ്യുന്നതിനേക്കാളും ഒത്തിരി ചിന്തിച്ചും മെറ്റീരിയൽ സെലക്ഷനിലും ചിന്തിക്കേണ്ട ഒരു ഏരിയയാണ് ഈ മക്കളുടെ വരുമ്പോഴുള്ള ഡ്രസ്സസ്. അപ്പം ഞാൻ എപ്പോഴും ഈ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് അത്യാവശ്യം ഒരു ഇച്ചിരി എന്താ പറയുക, ബേബി കുറച്ച് വലിയ കുട്ടികളുടെ പോലെയാണ് ഇരിക്കണമെങ്കിൽ എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യും നമുക്ക് ഫ്ലോയി ഡ്രസ്സസ് അല്ലെങ്കിൽ അംബ്രല കട്ട് അങ്ങനത്തെ ഒന്നും വേണ്ട, ഫിറ്റഡ് ഡ്രസ്സ്. കാരണം അവരുടെ സൈസിനേക്കാളും ഓവർ സൈസായിട്ട് നമ്മൾ ചെയ്യുന്നതും കൊള്ളില്ല, അതിനേക്കാളും തീരെ ചെറുതാക്കി ചെയ്യുന്നതും ആ ഏജിലുള്ള കുട്ടികൾക്ക് കൊള്ളില്ല. അപ്പം നല്ലത് വരുന്നത് എപ്പോഴും A-line ഡ്രസ്സസ്, ഫിറ്റഡ് ട്യൂബ് ഫ്രോക്സ്, നമ്മൾ പറയില്ലേ പ്രിൻസസ് ഡയന കട്ട് സ്കേർട്സ് എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ തന്നെ നമുക്ക് ഫോർമൽ ലുക്കിൽ വരുന്ന ട്യൂബ് ഡ്രസ്സസ് വിത്ത് ഷ്രഗ്സ്, ഓവർകോട്ട്സ്, അതിനെല്ലാം നമുക്ക് ഡിഫറെൻറ്റ് പാറ്റേൺസ് അവൈലബിൾ ആണ്. ഇത് മക്കൾ കംഫർട്ടബിളും ആയിരിക്കും വെയറിന്. അപ്പോൾ നമ്മൾ സിൽക്കോ മസ്ലിൻ, നല്ല കോട്ടൺസ്, ലിനൻസ് അതൊക്കെ ചെയ്ത് കഴിയുമ്പം ആ മെറ്റീരിയലിന് അതിൻ്റേതായ ഒരു ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിൽ ചെറുതായിട്ടൊരു എംബ്രോയിഡറി കൊടുത്ത് എംബ്രോയിഷ് ചെയ്യുക, അങ്ങനത്തെയൊക്കെ ആഡ് ഓൺസ് വരുമ്പം, പ്രത്യേകിച്ച് ചെറിയ ആപ്ലിക്സ് ഉള്ള മെറ്റീരിയൽസ് അതൊക്കെയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് അവരെ ഒരു ഫംഗ്ഷന് നമുക്ക് ഒരുക്കാൻ ഭംഗിയായിട്ട് അത് വരും ചെയ്യും. അവരെ കണ്ടു കഴിഞ്ഞാൽ എന്നാൽ കുട്ടിത്തം മാറില്ല, നല്ല ഭംഗിയായിട്ടിരിക്കും മക്കളെ. അങ്ങനത്തെ ഒരു ഡ്രസ്സപ്പിൽ നമ്മൾ ഫംഗ്ഷൻസിന് കൊണ്ടുപോകും. പിന്നെ സ്കേർട്ട്സ് ആൻഡ് ടോപ്സും, അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ബോഡിയുടെ അനുസരിച്ച്, മക്കളുടെ ബോഡിയുടെ ഫിറ്റ് അനുസരിച്ച്, തീരെ തിന്നാണ് അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടെ ബിൽട്ടാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം നമ്മൾ ഓരോ പാറ്റേൺസും മക്കളുടെ കാര്യത്തിൽ ഡിസൈഡ് ചെയ്യാൻ. അതുപോലെ തന്നെയാണ് അപ്പർ ബോഡിയിൽ വരുന്ന ഏരിയാസും. നമുക്കത് കവർ ചെയ്ത് വേണോ അല്ല ജസ്റ്റ് ഒരു ഷ്രഗോ ഓവർകോട്ടോ എങ്ങനെയായിട്ടാണ് അത് വേണ്ടതെന്നുള്ളത് ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ബോഡി സ്ട്രക്ചറും ഫിഗേഴ്സും നോക്കിയിട്ടാണ് ഇത് ഞാൻ നോർമലി സജസ്റ്റ് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഫിറ്റിങ്ങിൻ്റെ കാര്യങ്ങളാണ്. ഇനി വരുന്നത് കളേഴ്സ്.
ആൻഡ് മെറ്റീരിയൽസ്. കളേഴ്സ് നമ്മൾ സ്കിൻ ടോണിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ഓരോ കുട്ടിക്കും ഏത് കളേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ കുറച്ച് വണ്ണം ഉണ്ട് എന്നുള്ളൊരു ടെൻഷനുള്ളവരാണെങ്കിൽ എപ്പോഴും ഞാൻ പറയും ഡാർക്ക് ഷെയ്ഡ്സിലേക്ക് പോകാം. അപ്പം ഡാർക്ക് ഷെയ്ഡിലെ ചില ഷെയ്ഡ്സ് ഏത് സ്കിൻ ടോണിലുള്ളവർക്കും നന്നായിട്ട് പോകുന്ന കോമ്പിനേഷൻസ് ആണ്. അപ്പം അതിലേക്ക് ചെറിയൊരു സാഷോ അല്ലെങ്കിൽ ഒരു ഓവർകോട്ടോ എന്തെങ്കിലും വരുന്നത് ഒരു ലൈറ്റ് ടോൺ ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയായിരിക്കും മക്കൾക്ക് വരുമ്പോൾ. അപ്പം ഇത് ഞാൻ പറയുന്ന ഫിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. കാരണം ഒത്തിരി വോളിയം ഫീൽ ചെയ്യുന്നത് പോലെ നമ്മൾ തയ്ക്കാണ്ട് സ്ലീക്കായിട്ട് തയ്ക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 9, 10, 11 ഏജ് ഗ്രൂപ്പിലെ ടീൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പിലുള്ള ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് ആണ് ഞാൻ ആ ഫിറ്റഡ് ഡ്രസ്സസ് പറഞ്ഞത്. ചിലവർക്ക് നല്ല ഫ്ലെയർസ് ആയിരിക്കും ഭംഗി കാണാനായിട്ട്, നെറ്റ്സ് ആയിരിക്കും, ട്യൂൾസ് ഇട്ടിട്ടുള്ള നിറച്ച് ചുരുക്കുള്ളത്. അപ്പോൾ കുറച്ച് തിന്നായിട്ട് വരുന്ന മക്കൾക്കൊക്കെ ആണെങ്കിൽ അത് നല്ല ക്ലാസി പീസ് ആയിരിക്കും മക്കൾക്ക് യൂസ് ചെയ്യാനായിട്ട്. പക്ഷേ ഓഫ് കോഴ്സ് ഇതിനെ എല്ലാം മാറ്റി നിർത്തും മക്കളുടെ അടുത്ത് കുറച്ച് ജീൻസും ടീഷർട്ടും ഇട്ടിട്ട് ഇറങ്ങാൻ പറഞ്ഞാൽ വളരെ ഹാപ്പി ആയിരിക്കും. പക്ഷേ ഇതേ കുട്ടികൾക്ക് തന്നെ നമ്മൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ, വെൽവെറ്റ് വളരെ കംഫർട്ടബിൾ ആണ്, വെൽവെറ്റ്സ്, ലിനൻസ് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അവർ ചിലപ്പോൾ റെഡി ആയിരിക്കും ഇതുപോലത്തെ ഡ്രസ്സ് ഇടാൻ. എപ്പോഴും പാരൻസിന് ഒരു കൺസേൺ ഉണ്ടാവുക ഒരു പബ്ലിക് ഗ്യാതറിങ്ങിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫാമിലി ഫംഗ്ഷന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു റിലീജിയസ് ഇവൻറ്റിന് പോകുമ്പോഴൊക്കെ ഈ ജീൻസും ടോപ്പും ക്രോപ്പ് ടോപ്സും ഇടുമ്പോൾ മിക്കവർക്കും ചിലർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതിന് പകരം ഡ്രസ്സസ് ആണ് ഭംഗി എന്ന് പറയുന്നത്. അവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുക ഇങ്ങനത്തെ മെറ്റീരിയൽസ് വെച്ച്, അതായത് കുട്ടികൾ കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ച് ഡ്രസ്സസ് ചെയ്യാനായിട്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പം ഇതിൻ്റെ എല്ലാ ടൈപ്സ് ഓഫ് മെറ്റീരിയൽസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ ഇവിടെയുള്ള ഡിസൈനേഴ്സ് ആണെങ്കിലും അതിൻ്റെ ട്രെയിൻഡ് ആണ്. നമ്മളെ വന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ നോർമലി മക്കളുടെ ഏജും നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ വിലയിരുത്തി ഇതിന് ശേഷമാണ് ഒരാൾക്കുള്ള സംഭവം നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ആഗ്രഹമുള്ളവർ യു ആർ ഓൾവേസ് വെൽക്കം ടു തെരേസ. തൊടുപുഴ തെലങ്കുന്ന് ബൈപ്പാസിലാണ് നമ്മുടെ സ്റ്റോർ ഉള്ളത്. താങ്ക് യു.